കുറ്റിപ്പുറം ദേശീയപാതയിലൂടെ ഫോൺ വിളിച്ച് ബസ് ഓടിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്ക് എതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യജീവന് അപകടം വരുത്തുന്ന വിധം വാഹനമോടിച്ചതിനും ഫോൺ വിളിച്ചുള്ള ഡ്രൈവിംഗിനുമാണ് കേസെടുത്തിരിക്കുന്നത്. അപകട മേഖലയാണ്. അപകടം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേദനയായി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ അതിന് തൊട്ടു പിന്നാലെ നടക്കുന്നത് എന്നുള്ളതാണ്. അരുൺ അമർനാഥ് ചെയ്യുന്നുണ്ട്. അരുൺ അമർനാഥ്, ഇതൊക്കെ നോക്കിയും കാണുകയും ഒക്കെ ചെയ്ത് നടപടികൾ സ്വീകരിക്കേണ്ട പോലീസുണ്ട്, MVD സംവിധാനങ്ങളുണ്ട്, മറ്റ് എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ദൃശ്യങ്ങളായി പകർത്തി അവരുടെ കൺമുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം ഒരു നടപടി എന്നതിലേക്ക് വരികയാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഉറപ്പാക്കുന്നുണ്ടോ ഈ സംഭവത്തിൽ? അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ, ആ നടുക്കം മാറുന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ അപകടം നടന്ന മേഖലയിൽ വെറും 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ബസ് ഡ്രൈവർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത് എന്നുള്ളതാണ്. പിന്നാലെ തന്നെ ഇത്തരത്തിൽ പരാതി ഉയർന്നു പോലീസ് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രൈവർക്കെതിരെ ശാസ്ത്ര എന്ന പേരുള്ള സ്വകാര്യ ബസ്സാണ്. ആ ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് ഇത്തരത്തിൽ ഫോൺ വിളിക്കുന്നതിനെതിരെയും ഒപ്പം തന്നെ അപകടമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനെതിരെയുമുള്ള ഡ്രൈവിങ്ങിനെതിരെയുമുള്ള കേസ് എന്തായാലും എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ബസ് ഉൾപ്പെടെ അമിത വേഗത്തിലായിരുന്നു, അപകടത്തിൽപ്പെട്ട ബസ് ഉൾപ്പെടെ അമിത വേഗത്തിലായിരുന്നു. നിരന്തരമായി തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയൊക്കെ ചർച്ചയാകുമ്പോൾ കൂടിയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായ ഒരു ഡ്രൈവിംഗ് കൂടി നമ്മുടെ മുന്നിലേക്ക് ദൃശ്യങ്ങളായി വരുന്നത്. അതിലാണ് എന്തായാലും പോലീസിന്റെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എത്രയും ഉടനടി ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സർക്കാരിന്റെ മുന്നിലേക്ക് ആവശ്യം വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്.